സ്വാഗതം. സയന ടാരോ കാർഡറിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് താങ്കൾക്ക് മൂണോളജി കാർഡുകൾ നൽകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് താങ്കളുടെ കറണ്ട് സിറ്റുവേഷന് എന്ത് അഡ്വൈസ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് നൽകുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റിക്ക് എന്ത് മെസ്സേജാണ് നൽകുന്നത് നമുക്ക് നോക്കാം. 2 കാർഡ് മതി. ഓക്കെ, അപ്പോൾ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചിട്ട് അതിന് നമുക്ക് എന്ത് അഡ്വൈസാണ് കിട്ടുന്നത് നോക്കിയപ്പോൾ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ന്യൂ മൂണിൻ ലിബ്ര എന്ന് പറയും. അപ്പോൾ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം താങ്കൾക്ക് അറിയാൻ പറ്റും. ഇത് പല അർത്ഥത്തിൽ വരാറുണ്ട്. പൊതുവേ നമ്മൾ ഈ കാർഡ് വരുമ്പോൾ പറയാറുള്ളത് ബന്ധങ്ങൾ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് നമുക്കൊരു പുതിയ തുടക്കം വരാം. പുതിയ വിവാഹത്തിന് അന്വേഷിക്കുന്നവർക്ക് നടക്കാൻ ഉള്ളൊരു സാധ്യത അടുത്ത് തന്നെ അതിനുള്ളൊരു സംഭവിക്കാം. അതേപോലെ നമ്മൾ തന്നെ വിവാഹത്തിൽ പഴയ സ്പാർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇനി വിവാഹത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദൈവവുമായിട്ട് നമുക്കൊരു ആത്മീയ ബന്ധം വരാം. അതെല്ലാം ഒരു തുടക്കം എന്ന രീതിക്കാണ് ഈ കാർഡ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഒരു പുതിയ ഒരു ചന്ദ്രൻ എൻ്റെ ഒരു ഉദയമാണ് വരുന്നത്. അപ്പോൾ അതാണ് ആദ്യ സന്ദേശം എന്ന് പറയുന്നത്. ഭാവിയെക്കുറിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ച് എന്ത് സന്ദേശമാണെന്ന് ചോദിച്ചപ്പോൾ അതും നമുക്ക് ഇതേപോലത്തെ ഒരു ന്യൂ മൂൺ തന്നെയാണ് വന്നിരിക്കുന്നത്. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് എന്നുള്ളതാണ്. അപ്പോൾ ലിയോ എന്ന് പറയുന്നത് ലയൻ്റെതാണ് വരുന്നത്. അപ്പോൾ ഭാവിയെക്കുറിച്ച് താങ്കൾ എന്ത് ആശങ്കപ്പെട്ടിട്ടുണ്ടെങ്കിലും താങ്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ താങ്കൾക്കത് വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ലയൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, സിംഹത്തെ കാടിൻ്റെ രാജാവ് എന്ന് വിളിക്കുന്നത് സിംഹം അഗ്രസീവ് ആയതുകൊണ്ടൊന്നുമല്ല, ആ ഒരു പവർ ഇതുകൊണ്ടാണ്, ആ പ്രസൻസ്. അതിനെ കാണുമ്പോൾ തന്നെ മറ്റുള്ള നിങ്ങൾക്ക് പേടിയാവും. അത് കാട്ടിലെ ഏറ്റവും വലിയ മൃഗമല്ല, പക്ഷേ അതേപോലെ തന്നെ താങ്കളുടെ ആത്മവിശ്വാസം ഒരു സിംഹത്തെ പോലെ മറ്റുള്ളവർക്ക് തോന്നുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നുറങ്ങുന്നതിന് മുമ്പ് താങ്കൾ അറിയേണ്ട 2 സന്ദേശങ്ങൾ. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പുതിയൊരു ഡോർ ഓപ്പൺ ആവും. എന്ത് തന്നെയാണെങ്കിലും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ താങ്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ താങ്കൾ അടുത്ത ഡോർ തുറക്കും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.